മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. ഈശോ ശിഷ്യന്മാരോട് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള വചനങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറഞ്ഞു വയ്ക്കുക. പിതാവിങ്കിലേക്കുള്ള വഴിയാണ് പുത്രൻ, അത് സ്വർഗരാജ്യമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും ദുഃഖങ്ങളിലും വേദനകളിലും സഹനങ്ങളിലുമൊക്കെ നമ്മൾ രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ്. രോഗപീഠകളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ആ ഒരു രക്ഷയെക്കുറിച്ചാണ് ഈശോ ഇവിടെ പറഞ്ഞു വയ്ക്കുക. ഞാനിപ്പോൾ പോകുന്നത് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അവ ഒരുക്കിയതിന് ശേഷം ഞാൻ ഇവിടെ കടന്നു വന്ന് നിങ്ങളെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ള വലിയൊരു വചനം. സൗഖ്യത്തിൻ്റെ കരുതലിൻ്റേതായിട്ടുള്ള വചനമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ ഒരു തലത്തിലേക്ക് ഉയരുവാൻ നമ്മുടെ നിത്യജീവിതങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഹനങ്ങളുമൊക്കെ ഏറ്റെടുക്കുന്നത് നമുക്കൊരു പ്രതിഫലമുണ്ട് എന്നുള്ള ഒരു പ്രത്യാശയിലൂടെയാകുമ്പോൾ അവ സഹനത്തിലൂടെ മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുന്നവയാണ്. എപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന സഹനങ്ങൾ, പ്രതിസന്ധികൾ ഇവയൊക്കെ ഈശോ അനുവദിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ടാണ് ഇക്കാലം അത്രയും ഫിലിപ്പോസേ, ഞാൻ നിന്നോട് കൂടെയായിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം. നമ്മുടെ സഹനങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ സന്തോഷങ്ങളിൽ നിന്നുമൊക്കെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയെ അല്ല നമ്മൾ, ഒരു ദൈവത്തെ അല്ല നമ്മൾ കണ്ടുമുട്ടുക. നമ്മളോടൊപ്പമായിരിക്കുന്ന പിതാവിനെയും പുത്രനെയും ആണ് നമ്മൾ കണ്ടുമുട്ടുക.